ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ചിക്കൻ പൊരിച്ച് പുരട്ടിയെടുത്തതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അത്ര നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഓരോ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതൊന്നും മിസ്സായി പോകരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലുപ്പമുള്ള പീസുകളാക്കി എടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കില്ല, അതാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ പച്ചമല്ലിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ മുട്ട ഇടുമ്പോൾ ചിക്കനൊന്ന് നല്ല സോഫ്റ്റ് ആവും, അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതും ഒന്ന് മിക്സ് ആവാൻ നമുക്കൊരു മുട്ട ആവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കും ഇതിൽ. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതോടൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് തരിയുള്ള അരിപ്പൊടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ചേർക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത്ര ക്രിസ്പി ആയിട്ട് വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, ഇതിൽ മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ. അതിനുശേഷം ഞാനിതാ ഇവിടെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, നമുക്ക് വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ട് ചിക്കന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വേറൊരു മസാല ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഈ ചിക്കനൊന്ന് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന വെളിച്ചെണ്ണ കളയരുത്, നമ്മൾ ഇതിൽ തന്നെയാണ് ചിക്കനുള്ള പെരട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ്, അപ്പോൾ അതിനൊരു 4 മീഡിയം സൈസ് സവാള എടുത്ത് ചെറുതായി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കരുത്, അപ്പോൾ നമുക്ക് ചിക്കനിൽ ഇങ്ങനെ പെരട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചെറുതായിട്ട് തന്നെ മുറിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം ഒന്ന് ഫാസ്റ്റായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാലയും ഒന്ന് സ്പൈസി ആയിട്ടിരിക്കണം, അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വലിയ ജീരകം ഇങ്ങനെ നല്ല മുരിഞ്ഞ് വന്ന ശേഷം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ ചേർത്തോളാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ്റെ സ്മെല്ലും അതുപോലെ ഉള്ളിയുടെയും മസാലയുടെയൊക്കെ സ്മെല്ല് ഈ ചിക്കനിലും ഒന്ന് നന്നായിട്ട് മിക്സ് ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഈ ചിക്കനിലൊക്കെ നന്നായി പെരണ്ട് വരുന്ന പോലെ ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം തന്നെ എടുത്തത്. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കതിനാവശ്യമുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്, ടൊമാറ്റോ സോസ്. അപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചിക്കൻ്റെ മേലെയൊക്കെ അതിൻ്റെ ഒരു മധുരവും ഒരു പുളിരസമൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്.
അപ്പോൾ ഇതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊരിച്ച് പുരട്ടിയ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ചിക്കൻ്റെ പീസിൻ്റെ മേലൊക്കെ ഈ ഉള്ളിയും മസാലയൊക്കെ നന്നായിട്ട് പുരണ്ട് കിടക്കുന്നുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കേട്ടോ ഇതിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.